Hello friends, Signals and Systemത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോമൺലി യൂസ്ഡ് സിഗ്നൽസ് ആണ് കാണാൻ പോകുന്നത്. നമുക്ക് ഈ കോമൺലി യൂസ്ഡ് സിഗ്നൽസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സ്റ്റെപ്സ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമൺലി യൂസ്ഡ് സിഗ്നൽസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഇമ്പൾസ്. എന്താണ് യൂണിറ്റ് ഇമ്പൾസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് ഒറിജിനിൽ മാത്രം ഒരു യൂണിറ്റ് വാല്യൂവിൽ ഉള്ള ഒരു സിഗ്നലിനെയാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിരുന്നത്. ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും നമ്മുടെ വാല്യൂ. ഡെൽറ്റ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കാണുന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ളതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇതിലാണ് നമ്മൾ നമ്മളെ ഡെൽറ്റ ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ ആൻസർ എങ്ങനെയാണ് വരിക? ദറ്റ് ഈസ് എഫ് ഓഫ് എസ് ആണ് നമ്മളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഔട്ട്പുട്ട്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ ഡെൽറ്റ ടി കൊടുക്കുന്നു, ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. സോ ഈ ഡെൽറ്റ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഡെൽറ്റ ടിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഒരു ഷിഫ്റ്റഡ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ കൂടെ നമ്മളുടെ സിഗ്നൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ടി നോട്ട്, ഈ ഷിഫ്റ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടിയുടെ അകത്തേക്ക് വരും. അതായത് ഇറ്റ് വിൽ ഗീവ് എക്സ് ഓഫ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട്. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ടീനെ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. ഡെൽറ്റ ടി മൈനസ് 0 എന്ന് ടൈപ്പ് ചെയ്യാണ്. അതായത് ടി 0യ്ക്ക് പകരം 0 ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി നമ്മളുടെ ഈ കേർണൽ ഫംഗ്ഷനാണ്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ 0 എന്ന് പറയുന്നത് എവിടേക്ക് മാറും? നമ്മളുടെ ഈ ടിയിലേക്ക് അപ്ലൈ ആവും. വിച്ച് വിൽ ഗിവ് യു ഡെൽ ഓഫ് ടി മൈനസ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് 0 ആണ് കിട്ടുക. ദിസ് വിൽ ബിക്കം 1 വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡെൽ ഓഫ് ടി. ഓക്കെ, സോ ഈ സാധനം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുള്ളത് 1 ആയി പോവും. ബാക്കി ഡി ടി ആണ് കിട്ടുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ യൂണിറ്റ് ഇമ്പൾസിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0യിൽ മാത്രം 1 വരുന്ന ഒരു ഫംഗ്ഷനാണ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏരിയ വിൽ ബി 1. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി 1. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരിക്കലും ROC എക്സ്പ്രസ് ചെയ്യാതെ കംപ്ലീറ്റ് ആവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ROC നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഡെൽ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്, വിച്ച് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എപ്പോഴും ഫൈനൈറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ROC എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ദ എൻറ്റയർ എസ് പ്ലെയിൻ. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മളുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഈസ് യു ഓഫ് ടി. ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇറ്റ് വിൽ ബി 0, 0 ടു പ്ലസ് ഇൻഫിനിറ്റി ഇറ്റ് വിൽ ബി 1. ഈ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വി ആർ അപ്ലൈയിങ് ദിസ് യു ഓഫ് ടി in the Laplace equation.
nothing but minus infinity to infinity. F of t ക്ക് വരെ നമ്മൾ u of t അപ്ലൈ ചെയ്യുന്നു, e raised to minus st dt. ഇതിൽ നമ്മൾ u of tയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? u of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു 0, ദാറ്റ് വിൽ ബി 0 ആണ്. ദെൻ 0 ടു ഇൻഫിനിറ്റി ആണ് 1 വരുന്നത്. സോ നമ്മുടെ ലിമിറ്റ് രണ്ടായിട്ട് മാറും. വൺ ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു 0, ദെൻ അനദർ വൺ ഈസ് 0 ടു ഇൻഫിനിറ്റി. അതിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നത് 0 ആയി പോവും. ബാക്കി വരുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. u of t അതിൽ എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു e raised to minus st dt, which is equal to e raised to minus st നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to minus st divided by minus s with lower limit and higher limit, which gives minus 1 by s പുറത്തെടുത്തു. ഇനി എന്താണ് വരുന്നത്? e raised to minus st ആണ്. ഇതിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ആണെങ്കിൽ e raised to minus infinity minus e raised to 0 ആണ് വരിക, which is equal to minus 1 by s, 0 minus 1. So മൈനസും മൈനസും പോയിട്ട് we will get 1 by s. ഓക്കെ, ഇതാണ് നമ്മളുടെ u of tയുടെ Laplace transform. Now we have to calculate the ROC. സോ ROC കാണുന്നതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസിലൊക്കെ ROC വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഇതാണ് ROC കാണാനുള്ളതിൻ്റെ ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു കമ്പയർ സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സോ സിഗ്മ എന്ന് പറയുന്നത് എസിൻ്റെ റിയൽ പാർട്ടാണ്. ഓക്കെ, സോ കമ്പയർ സിഗ്മ വിത്ത് ദ റിയൽ പാർട്ട് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ടി ഇൻ ദ പവർ ഓഫ് ഇ. അതായത് എക്സ്പൊണൻഷ്യലിൻ്റെ കൂടെ നിൽക്കുന്ന ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ സിഗ്മയായിട്ട് കമ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇഫ് ദ സിഗ്നൽ ഈസ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ദെൻ ലെസ് ദാൻ കൊടുക്കുക. ആൻഡ് ഇഫ് ദ സിഗ്നൽ ഈസ് റൈറ്റ് സൈഡഡ് സിഗ്നൽ ദെൻ ഗ്രേറ്റർ ദാൻ കൊടുക്കുക. എന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവന്ന് നോക്കാം എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. സോ ആദ്യം പറയുന്നത് എന്താണ്? കമ്പയർ സിഗ്മ വിത്ത് ദ റിയൽ പാർട്ട് ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ടി ഇൻ പവർ ഓഫ് എക്സ്പൊണൻഷ്യൽ. സോ നമ്മൾക്ക് ഫംഗ്ഷൻ എന്താണ്? u of t എന്നുള്ള ഫംഗ്ഷനാണ്. ഇതിനകത്ത് e raised to എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, e raised to 0, this is nothing but 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? കമ്പയർ സിഗ്മ വിത്ത് റിയൽ പാർട്ട് ഓഫ് e raised to എന്ന് പറയുന്നത് എന്താ? ഇവിടെ 0 ആണ്, ദാറ്റ് ഈസ് 0 ആണ് സംഭവിക്കുന്നത്. സോ സിഗ്മേനെ നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് കമ്പയർ ചെയ്യണം. ഇനി നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതിന് സെക്കൻഡ് സ്റ്റെപ്പാണ് നോക്കേണ്ടത്. ഇഫ് ദ സിഗ്നൽ ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ദെൻ ഡിസൈഡ് ആസ് ലെസ് ദാൻ, ആൻഡ് ഇഫ് ദ സിഗ്നൽ ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ദെൻ ഡിസൈഡ് ആസ് ഗ്രേറ്റർ ദാൻ. നമ്മുടെ u of t എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ 0യും റൈറ്റ് സൈഡിൽ 1ഉം ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, സോ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇഫ് ദ സിഗ്നൽ ഈസ് റൈറ്റ് സൈഡഡ് ദെൻ ഡിസൈഡ് ആസ് ഗ്രേറ്റർ. സോ സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഫംഗ്ഷൻ നമ്മളവിടെ കൊണ്ടുവരണം. സോ സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റിയൽ പാർട്ട് ഓഫ് എസ്. സോ റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ നമുക്ക് ഇവിടെ എന്ത് കൺക്ലൂഷനിൽ വരാം? ഇതിൽ നിന്ന് ഇതിൻ്റെ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? ROC ഈസ് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ആൻഡ് ദ എക്സ്പ്രഷൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t ഇസ് ഈക്വൽ ടു 1 by s ആണ് വരുന്നത്. സോ ദിസ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ സ്റ്റെപ്പ് റെസ്പോൺസ്. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നോക്കാം. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് f of t is equal to e raised to minus at u of t. സോ ഇതാണ് നമ്മളുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t ആണ് നമ്മൾ കാണേണ്ടത്. സോ അതെങ്ങനെ കാണും? നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനകത്ത് നമ്മളത് അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് മീൻസ് f of s is equal to minus infinity to infinity
എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് എസ് ടി ആണ് നമ്മുടെ ഇൻ്റഗ്രൽ കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ യു ഓഫ് ടി അപ്ലൈ ചെയ്യുക. യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സ്റ്റെപ്പ് റെസ്പോൺസ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയുള്ള എല്ലാ ടേമുകളും നമുക്കവിടെ 0 ആയി പോകും. സോ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെ മാറും? 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. സോ അതുണ്ടാവില്ല, ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബ്രാക്കറ്റിൽ എടുക്കുകയാണ്. സോ എസ് പ്ലസ് എ ഇൻറ്റു ടി ഡി ടി. ഇനി നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് എ. ഇതിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് പ്ലസ് എ. അത് ഞാൻ പുറത്തെടുത്തു. ബാക്കി വരുന്നത് എന്താണ്? ആദ്യം ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക, മൈനസ് 0 അപ്ലൈ ചെയ്യുക. സോ ഇ റേസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം ഗെറ്റിംഗ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് എ മൈനസ് ഉണ്ട് 0 മൈനസ് 1 which will give you 1 by s plus a. Okay, so Laplace transform of e raised to minus at u of t will give you 1 by s plus a. Okay, ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. നമുക്ക് ROC കാൽക്കുലേറ്റ് ചെയ്യണം. സോ ROC കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ എടുത്ത ഷോർട്ട് കട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? കമ്പയർ സിഗ്മ വിത്ത് ദ റിയൽ പാർട്ട് ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ടി ഇൻ പവർ ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഇ. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. സോ നമുക്കവിടെ ഇ റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്ക് ROC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ് നമ്മളുടെ ഫംഗ്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മയെ നമ്മൾ എക്സ്പൊണൻഷ്യലിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആയിട്ട്, ദാറ്റ് ഈസ് മൈനസ് എ ആണ് നമുക്കതിൻ്റെ കൂടെ വരുന്നത്, അല്ലേ? സോ സിഗ്മേനെ നമ്മൾ മൈനസ് എ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇഫ് ദ സിഗ്നൽ ഈസ് ലെഫ്റ്റ് സൈഡഡ് ലെസ് ദാൻ കൊടുക്കുക, ഇഫ് ദ സിഗ്നൽ ഈസ് റൈറ്റ് സൈഡഡ് ദെൻ ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? യു ഓഫ് ടി ആണ്. യു ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. അതിനെ എപ്പോഴും മറ്റൊരു സിഗ്നലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും, അല്ലേ? റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രേറ്റർ ദാൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് എ എന്ന് കിട്ടി. സിഗ്മ ഈസ് നത്തിങ് ബട്ട് ദ റിയൽ പാർട്ട് ഓഫ് എസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് എ. സോ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ROC എന്ന് പറയുന്നത് ROC ഈസ് റിയൽ പാർട്ട് ഓഫ് s is greater than minus a. സോ ഈ ROCയും കൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ അതാണ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ചെയ്ത ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടു നോക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് മൈനസ് ടി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. സോ ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? യു ഓഫ് മൈനസ് ടി ആണ് വരുന്നത്. യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇറ്റ്സ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ 1ഉം 0 ടു ഇൻഫിനിറ്റി വരെ 0യും പോകുന്നൊരു ഫംഗ്ഷനാണ്. സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണ് നമുക്കവിടെ കിട്ടുക ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് പറയുന്നത് 1 ആവും ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ഇൻറ്റു ഡി ടി. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? മൈനസ് ഓഫ്
ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ e raised to minus s plus a into t divided by minus s plus a. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പോകും. ഓക്കെ, ആൻഡ് വി ഹാവ് ടു അപ്ലൈ ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 1 by s plus a e raised to 0 മൈനസ്, ഇനി നമുക്ക് വരുന്നത് എന്താണ്? e raised to minus s plus a into t ആണ് വരുന്നത്. ഈ ടിയിൽ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യൽ വാല്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഈ ഒരു ടേമിനെ നമുക്ക് 0 ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് 1 by s plus a എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക. ഇതിൻ്റെ ROC നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം e raised to minus at u of minus t ആണ് നമുക്കവിടെ വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ച ഷോർട്ട് കട്ടിനകത്ത് സിഗ്മേനെ നമ്മൾ എന്ത് ആയിട്ട് കമ്പയർ ചെയ്യാണ് വേണ്ടത്? സിഗ്മ e raised to minus at എന്നുള്ള ഫോമാണ്. അതിൽ മൈനസ് എ ആണ് ഇയുടെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മേനെ മൈനസ് എ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? നോക്കുക, സിഗ്നൽ ലെഫ്റ്റ് സൈഡഡ് ആണോ റൈറ്റ് സൈഡഡ് ആണോ എന്ന് നോക്കുക. ഇതെന്താണ്? ഇറ്റ്സ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. സോ ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലെസ് ദാൻ ആണ് നമ്മൾ കൊടുക്കുക. സോ ROC എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഈസ് ലെസ് ദാൻ മൈനസ് എ ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നമ്മളുടെ ആൻസർ എന്താ നമുക്കവിടെ കിട്ടുക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് മൈനസ് e raised to minus at u of minus t എന്ന് പറയുന്നത് എന്താണ്? 1 by s plus a ആണ്. ആൻഡ് ROC എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് s ലെസ് ദാൻ മൈനസ് എ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? 1 by s plus a ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻസറും 1 by s plus a ആണ്. രണ്ടും രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന് e raised to minus at u of minus t ആണ്, ഒന്ന് e raised to minus at u of t ആണ്. ROC വെച്ച് മാത്രമാണ് ഈ ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് ചേഞ്ച് വരുന്നത്. മറ്റേ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? രണ്ടും സെയിം ആണ്, 1 by s plus a. ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ROC. സോ അതുകൊണ്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ROC കൂടെ ചേർത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ എക്സ്പൊണൻഷ്യലിൻ്റെ മറ്റു ഫങ്ഷൻസും ഉണ്ട്. f of t is equal to e raised to at u of t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക ഒരു ഹോംവർക്കായിട്ട്. എന്നിട്ട് ആൻസർ എന്താ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത കോമൺലി യൂസ്ഡ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. f of t is equal to a cos omega naught t u of t. ഈ ഒരു ഫംഗ്ഷൻ്റെ ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. സോ നമുക്കറിയാം ഫ്രം ഓയിലേഴ്സ് ഫോർമുല കോസ് ഒമേഗ നോട്ട് ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഒമേഗ നോട്ട് ടി ഈസ് ഈക്വൽ ടു e raised to j omega naught t പ്ലസ് e raised to minus j omega naught t ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പോവാണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a cos omega naught t u of t ഈസ് ഈക്വൽ ടു. സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, ബൈ 2 നമുക്കുണ്ട്. സോ a by 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വരുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to j omega naught t u of t പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus j omega naught t u of t. സോ ഇതാണ് നമ്മൾ കാണേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം e raised to എക്സ്പൊണൻഷ്യലിൻ്റെ നമ്മൾ ഓൾറെഡി നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടു കഴിഞ്ഞു ഇല്ലേ? എക്ക് പകരം നമുക്ക് എന്താ വന്നിട്ടുള്ളത്? j omega naught t ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. 1a by 2 ഇൻറ്റു. സോ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്ത് വരും? 1 by s മൈനസ് എക്ക് പകരം നമുക്ക് എന്താ വരിക? j omega naught ആണ് വരിക. ഓക്കെ, പ്ലസ് 1 by s പ്ലസ് ആയിരിക്കും നമുക്ക് വരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ് j omega naught വരും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ROC കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ ROC കാണുന്നതിന് വേണ്ടിയിട്ട്
The shortcut of finding ROC എന്തായിരുന്നു? കമ്പയർ സിഗ്മ വിത്ത് ദ റിയൽ പാർട്ട് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ടി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ എന്താണ്? റിയൽ പാർട്ട് അല്ല, ഇറ്റ്സ് ആൻ ഇമാജിനറി പാർട്ട്. സോ അതുകൊണ്ട് അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് എന്തുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക? 0 ആയിട്ടാണ് കമ്പയർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ യു ഓഫ് ടി. സോ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്കവിടെ വരിക. സിമിലർലി ഇവിടെയും സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ട് ഓഫ് എസ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? a/2. സോ ഈ രണ്ട് ടേമിനെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കോമൺ ഫാക്ടർ എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? s² മൈനസ് ജെ ഒമേഗ നോട്ട് സ്ക്വയർ ആണ് വരിക. ആൻഡ് ന്യൂമറേറ്ററിൽ എന്താ വരിക? എസ് പ്ലസ് ജെ ഒമേഗ നോട്ട് പ്ലസ് എസ് മൈനസ് ജെ ഒമേഗ നോട്ട്. ഇതിൽ ജെ ഒമേഗ നോട്ട് ക്യാൻസൽ ആവും, വിച്ച് ഇസ് ഈക്വൽ ടു a/2 2s ഡിവൈഡഡ് ബൈ, ഇവിടെ ജെ സ്ക്വയർ വരുന്നുണ്ട്. ജെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് -1 ആണ്. സോ ഇവിടുത്തെ മൈനസും ആ മൈനസും കൂടെ പ്ലസ് ആവും. സോ s² പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. ഇതിൽ 2 and 2 ഗെറ്റ് ക്യാൻസൽ. സോ എന്ത് കിട്ടും? as ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. ഇതാണ് നമുക്ക് കോസ് ഒമേഗ നോട്ട് ടിയുടെ ലാപ്ലേസ് ഫംഗ്ഷനായിട്ട് കിട്ടുന്നത്. ആൻഡ് ROC ഈസ് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ഇതേ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ നോട്ട് ടി യു ഓഫ് ടി, ഇതൊന്ന് കണ്ടു നോക്കുക, സ്വയം ചെയ്ത് നോക്കുക ഹോംവർക്കായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. സോ ഇതുപോലെയുള്ള കോമൺ സിഗ്നൽസുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എപ്പോഴും അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിന് അത് വളരെ യൂസ്ഫുൾ ആണ്. ഡിഫറെൻറ്റ് കോമൺ സിഗ്നൽസുകളുടെ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ്റെ ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോമൺലി യൂസ്ഡ് സിഗ്നൽസുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ ബേസിക്കായിട്ടൊരു 10 സിഗ്നൽസുകളുടെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഡെല്ലിൻ്റെത്, യു ഓഫ് ടി, അതുപോലെ സൈൻ, കോസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനൊക്കെ നമ്മൾ കണ്ടു. സോ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ചില ഫംഗ്ഷൻസും കൂടെ ഇവിടെ നമുക്കുണ്ട്. ഇതെല്ലാം ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്, നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിലൊക്കെ വളരെ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.